ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് ഒരു വന്ന കമൻറ്റിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കനക്കൻപെട്ടി സ്വാമിയെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നിറയെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, പോകാൻ ആഗ്രഹമുണ്ട്, വഴി അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം കണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കറണ്ട് വന്നു. ഇതുവരെ കറണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു ശകുനമാണ് നിങ്ങൾക്കുള്ളത് കേട്ടോ. ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാർ മാർഗ്ഗമാണോ അല്ലെങ്കിൽ ട്രെയിനാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പം പളനിയിൽ ഇറങ്ങിയാൽ, പളനിയിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണല്ലോ നമ്മൾ പളനി മലയടിവാരത്തിൽ പോകുന്നത്. അപ്പോൾ പളനിയിൽ ഇറങ്ങിയിട്ട് ആ സ്റ്റാൻഡിനകത്ത് ബസ്സുകാരോട് ചോദിച്ചാൽ മതി കനക്കൻപെട്ടിക്ക് പോകുന്ന സ്ഥലം ഏതാണ്, കനക്കൻപെട്ടിക്ക് പോകുന്ന ബസ് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ കനക്കൻപെട്ടിക്ക് പോകുമ്പോഴേ ഈ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഈ അമ്പലത്തിലോട്ട് നേരിട്ട് പോകുന്ന ബസ്സുണ്ട്, അമ്പലത്തിനകത്ത് വരെ ഈ ബസ് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രയാസവുമില്ല. പളനി ചെന്നിട്ട് അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ്സുകാരോട് ചോദിച്ചാൽ ആ അമ്പലത്തിലേക്കുള്ള വഴി, ബസ് എവിടെയാണ് കിടക്കുന്നത് എല്ലാം വിശദമായിട്ട് പറയും. അപ്പോൾ ഞാൻ പോകാറുള്ളപ്പം അങ്ങനെ തനിയെ ബസ്സിന് പോയിട്ടില്ല. അപ്പം നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ കാറിന് വരുന്നുണ്ടെങ്കിൽ പളനിയിൽ നിന്ന് കനക്കൻപെട്ടിയുടെ റൂട്ട് മനസ്സിലാക്കി പോകണം. അത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയാൽ മതി. അവിടെ അതിന് ക്ലിയറായിട്ട് എൻ്റെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും, മാപ്പുണ്ട്. അപ്പോൾ പിന്നെ ഒരു സംശയവും വരത്തില്ല. അപ്പോൾ ഞാൻ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടുത്തെ ആ ഒരു വീഡിയോ ലൈവ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം, ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും ഈ കമൻറ്റ് ഇട്ട ആളിന് ഒരു മറുപടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് ഒരു വീഡിയോ ആയിട്ട് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നിറയെ പേർക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അത് ചേർന്ന് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിത് സംസാരിക്കുമ്പോൾ കറണ്ടില്ല, അത് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് കറണ്ട് വന്നു. നമ്മളൊരു വിഷയം എടുക്കുമ്പം ഇതൊക്കെയാണ് നമ്മൾക്ക് പ്രകൃതി തരുന്ന